സിനിമ നടനായിട്ടുള്ള പൃഥ്വിരാജിന്റെ പുതിയ ലുക്കാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിലും ഒരു 30 വയസ്സൊക്കെ ഇപ്പോൾ തോന്നുന്നുള്ളൂ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ. പണ്ടങ്ങനെ അല്ലായിരുന്നു, കുറച്ചുകൂടെ ഒരു പ്രായം തോന്നുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ യങ് ആയതുപോലെ അദ്ദേഹത്തിനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ ഇന്റർവ്യൂ ഒന്ന് കേട്ടുവെങ്കിൽ. എൻ്റെ ഹെൽത്ത് റുട്ടീൻ അറ്റ്ലീസ്റ്റ് ടിൽ വെരി റീസെൻ്റ്ലി ഹസ് ബീൻ വെരി അൺഹെൽത്തി. ഇപ്പോൾ 40 വയസ്സായി. സോ ഇറ്റ് സോർട്ട് ഓഫ് നൗ യു ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് longevity of this thing, you know. So എനിക്ക് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ I figured it's actually very simple. The best routines only have two qualities in common. One, it should be one that makes you feel good. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ജീവിത ശൈലിയിലൂടെയാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു ലൈഫ് സ്റ്റൈലാണ് അദ്ദേഹം കീപ്പ് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ പലരും കമൻറ്റ് ചെയ്യും, അദ്ദേഹത്തിനെ പോലെ പണം വേണം, പ്രശസ്തി വേണം, അതുപോലെ സിനിമാ നടനാകണം, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, നമ്മുടെ കുടുംബവും പ്രാരാബ്ദങ്ങളും കടങ്ങളും അതുപോലെ ജോലിയും മാനസിക സമ്മർദ്ദവും എല്ലാം കൊണ്ട് ഇതുപോലെ ജീവിക്കാൻ പറ്റില്ല എന്ന് പല ആളുകളും കമൻറ്റ് ചെയ്യും. പക്ഷെ ഇതൊക്കെ നമ്മൾ പരാതികൾ മാത്രമാണ്. ഈ പരാതികൾ നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല, നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പരാതി അവിടെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇതുപോലെ യങ്ങായിട്ടിരിക്കാം, നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇത് കേട്ടിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏജിങ് എന്ന് പറയുന്നതിൽ പ്രായമാവും നമുക്ക് തടയാനായിട്ട് പറ്റില്ല, പ്രായമായിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ശരീരത്തിനെ കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ യങ്ങായിട്ട് നമ്മൾ എപ്പോഴും നിൽക്കും എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ബയോളജിക്കൽ ഏജിങ് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ബയോളജിക്കൽ ഏജിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം പറയാം. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള ടിപ്സുകളാണ്. വളരെ ഈസിയാണ് ഫോളോ ചെയ്യാനായിട്ട്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ചെയ്തതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നത്, അതായത് ഡിന്നർ കഴിക്കുന്നത്, അത്താഴം കഴിക്കുന്നത് ഒരു 3 മണിക്കൂർ നേരത്തെ എങ്കിലായിരിക്കണം കിടക്കുന്നതിന് മുമ്പായിട്ട്. അതായത് 12 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് നമ്മൾ കിടക്കുന്നതെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചിരിക്കണം. വളരെ നിറച്ച ആഹാരം കഴിക്കുകയും ചെയ്യരുത്. കാരണം എന്താ, നമ്മൾ ഉടനെ കിടക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മുടെ ദഹനം നടന്നുകൊണ്ടിരിക്കുകയാണ് വയറിൽ. അപ്പം ഒരു ശരീരം പ്രോപ്പറായിട്ട് റെസ്റ്റിലോട്ട് പോകില്ല, ശരീരം അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സെൽസുകളെല്ലാം റിപ്പയറിങ് അവിടെ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പം നമുക്ക് പ്രായം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്, വളരെ ലേറ്റ് ആയിട്ട് ആഹാരം കഴിക്കും, ഉടനെ പോയി കിടക്കും. ശരിക്കും ഒരു ആഹാരം കഴിക്കുന്നത് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ മുന്നോടിയാക്കുക, അതിനുശേഷം നടക്കുക. ആഹാരം കഴിച്ച് ഉടനെ കുറച്ച് നടക്കുന്നതും നമുക്ക് ചെറുപ്പം നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉടനെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യരുത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സ്മോക്കിംഗ്, ആൽക്കഹോൾ, അതുപോലെ ഡ്രഗ്സ്, ഇതുപോലുള്ള സാധനങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സെല്ലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് പ്രായം കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് നമുക്ക് ഒരു നല്ലോണം കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല, ചെടി വളരില്ല. കാരണം ചെടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പോലുള്ള മോശവും വിഷമായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അത് കേടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 സാധനം നിങ്ങൾക്ക് അറിയാം മോശമാണ്. അതുപോലെ തന്നെ 2 കാര്യം കൂടെ ഉണ്ട് മോശമായിട്ടുള്ള കാര്യം. ഒന്ന് പഞ്ചസാരയാണ്, അടുത്തത് ബേക്കറി ഐറ്റംസ് ആണ്. ഈ 2 സാധനവും നിർത്തിയേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് യങ്ങായിട്ടിരിക്കാൻ പറ്റൂ. കാരണം ഇത് രണ്ടും പ്രോബ്ലം. പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് പഞ്ചസാര അല്ലാതെ തന്നെ ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ചോറ് കഴിക്കുന്ന സമയത്തും, ചപ്പാത്തി കഴിക്കുന്ന സമയത്തും, ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്തും, വെജിറ്റബിൾ കഴിക്കുന്ന സമയത്തും എല്ലാം ഇതെല്ലാം പൊടിഞ്ഞത് ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒരു ആർട്ടിഫിഷ്യൽ ഷുഗർ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ബേക്കറി ഐറ്റംസ്, മൊത്തം പ്രിസർവേറ്റീവ്സും കളറുകളും കേടാകാതിരിക്കാനുള്ള സാധനങ്ങളും ആഡ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. ഈ 5 സാധനം ഒഴിവാക്കിയിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ബാക്കി ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ ഒരു ഗുണവുമില്ല. അടുത്ത 3ാമത്തെ കാര്യം ഉറക്കമാണ്. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങണം. ഏറ്റവും നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന രീതിയിൽ ആണ്. അപ്പോൾ ഒരു 10 മണിക്കോ അല്ലെങ്കിൽ ഒരു 11 മണിക്കോ ഉറങ്ങുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല ഉറക്കം. ആ ഒരു ഉറക്കത്തിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു ബയോളജിക്കൽ ക്ലോക്കുമായിട്ട് നമ്മൾ വളരെയധികം അടുത്തിരിക്കുകയാണ്. അതായത് നമുക്ക് രാത്രി മെലറ്റോണിൻ എന്നുള്ള ഒരു ഹോർമോൺ ഹൈ ആവും. ആ സമയത്താണ് നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്നത്. രാവിലെ ഒരു കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ നമുക്ക് അമിതമാവും. ആ സമയത്ത് ശരിക്കും ഉണരാനുള്ളതാണ്. ആ സമയത്ത് ഉറങ്ങുന്നത് നല്ലതല്ല. അപ്പൊ ഈ ഒരു രീതിയിൽ ആക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ആക്കാൻ പറ്റിയില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 മണിക്കൂർ ഉറങ്ങാനായിട്ട് നോക്കുക. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഉറങ്ങാനാണ് പറയുന്നത്. മുതിർന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉറങ്ങാനായിട്ട് പറ്റും. പണ്ടൊന്നും ഞാൻ ഉറങ്ങാത്തൊരു വ്യക്തിയായിരുന്നു. 6 മണിക്കൂർ ഉറങ്ങുള്ളൂ, 6 മണിക്കൂർ താഴെ ഉറങ്ങുള്ളായിരുന്നു. പക്ഷെ ലൈഫ് കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ പ്ലാൻ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഉറങ്ങാനായിട്ട് പറ്റി. ഇപ്പം നല്ലോണം ഉറങ്ങാറുണ്ട്. 7 മണിക്കൂർ നിർബന്ധമായിട്ട് ഇപ്പോൾ ഉറങ്ങാറുണ്ട്. കാരണം എന്നെ അറിയാവുന്ന പല ഫ്രണ്ട്സും പറയുന്നുണ്ട്, ഒരേ ഒരു പ്രശ്നം ഡോക്ടർ ഡാനിഷിൻ്റെത് ഉറക്കക്കുറവായിരുന്നു, ഇപ്പം അത് ശരിയായി. അപ്പം അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. ഇപ്പം പൃഥ്വിരാജിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല മസിലും നല്ല ബോഡിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം
നമ്മൾ പല സിനിമയ്ക്ക് വേണ്ടി വണ്ണം വെക്കേണ്ടി വന്നു, പല സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് കുറയ്ക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം വ്യായാമം ചെയ്തു തുടങ്ങിയപ്പോൾ വീണ്ടും പഴയതുപോലെ. ഇതിനാണ് നമ്മൾ മസിൽ മെമ്മറി എന്ന് പറയുന്നത്. അത് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പാടുപെട്ടാൽ നമ്മുടെ ശരീരത്തിൽ മസിലുകൾ ഉണ്ടാവും. ആ മസിലുകൾ പോയാൽ പോലും നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെമ്മറി ഉണ്ട്, ആ മസിലിന് കുറച്ച് മെമ്മറി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പഴയതുപോലെ ആവും. അതാണ് മസിൽ മെമ്മറി. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ലോണം പാടുപെടണമെന്നാണ് പറയുന്നത്. അത് ഇതിൽ മാത്രമല്ല, ഒരു അസുഖം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു പ്രമേഹം വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു 2-3 വർഷം നമ്മൾ നല്ലോണം കൺട്രോൾ ചെയ്യുകയാണെന്ന് കരുതിക്കും. നല്ലോണം കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതശൈലി കൊണ്ട് പലതും ചെയ്ത് നല്ലോണം കൺട്രോൾ ചെയ്തു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വളരെ മോശമായിട്ടുള്ള ജീവിതത്തിൽ പോയാലും ചിലപ്പോൾ ഡയബറ്റീസ് ഒക്കെ വരും, നമ്മൾ മരുന്നൊക്കെ എടുത്താലും പല കോംപ്ലിക്കേഷൻസും പ്രിവെന്റ് ആവുന്നത് ആദ്യത്തെ കുറച്ച് നാൾ നല്ലോണം കൺട്രോൾ ചെയ്തവർക്കാണ് നല്ലോണം അവരുടെ പ്രമേഹവും മറ്റു കോംപ്ലിക്കേഷൻസും തടയാനായിട്ട് കഴിയുന്ന പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർ വീണ്ടും നല്ലൊരു ജീവിതശൈലിയിലോട്ട് മാറിയാൽ ഈ ഒരു മെമ്മറി അവരുടെ കോശങ്ങളിൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഒരിക്കലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ മനസ്സുകൊണ്ട് തളരരുത്, നമ്മളത് മാറ്റാനായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതശൈലിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ മാറ്റങ്ങളും വരുത്തി നല്ലോണം ആവാനായിട്ട് നോക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ്. പല ആളുകൾക്കും ആവശ്യമില്ലാതെ സ്ട്രെസ്സാണ്. ഇന്നലെ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിച്ചായിരുന്നു. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ അറിയാം അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദമുണ്ട്. അതായത് എനിക്ക് ഇത്ര മണിക്ക് ഇത് പോകണം, അത് കഴിഞ്ഞ് എനിക്ക് ഇത്രയും മണിക്ക് ആഹാരം കഴിക്കണം, മെസ്സിൽ നിന്നാണ് എനിക്ക് ആഹാരം, എനിക്ക് എണ്ണ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ടെൻഷനാണ് സംസാരത്തിൽ തന്നെ. ശരിക്കും അദ്ദേഹത്തിനോട് ഞാൻ 2 മിനിറ്റ് സംസാരിച്ചപ്പം അദ്ദേഹം കാമായി. അദ്ദേഹത്തിനടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്, വളരെ സാവധാനത്തോടുകൂടി സമാധാനത്തോടുകൂടി സംസാരിക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഓരോന്നും ടാക്കിൾ ചെയ്യും. ഇങ്ങനെ ആവശ്യമില്ലാതെ ആൻസൈറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദഹനത്തിന് പ്രശ്നം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് നെഞ്ചരിച്ചിലാണ്, എപ്പോഴും നെഞ്ചരിച്ചിലാണ്. കാരണം എന്താ, ഇങ്ങനെ വെപ്രാളമാണ്. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് മുഖം കഴുകുന്നത്. അതുപോലെ നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് ഡ്രസ്സ് ഇടുന്നത്. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിലും വളരെ പെട്ടെന്നാണ്. എല്ലാം ധൃതിയാണ്. ആ ധൃതി എന്തിനാണ്? കുറച്ചൊന്ന് ഒരു 0.5 സ്പീഡ് ഒന്ന് കുറയ്ക്കുക. വളരെ പതുക്കെ ഓരോ സാധനങ്ങൾ ചെയ്തു നോക്കുക. അപ്പം മനസ്സ് റിലാക്സ് ആവും. ഇനി ചില സമയങ്ങളിൽ നമുക്ക് ആൻസൈറ്റി ഉണ്ടാവാം, ടെൻഷൻസ് ഉണ്ടാവാം. ആ സമയത്ത് നമ്മുടെ ബ്രെത്തിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതായത് ശ്വാസത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നല്ല ശ്വസന വ്യായാമങ്ങൾ ധാരാളം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ആ വ്യായാമങ്ങളെല്ലാം ചെയ്യുക. അതായത് ഇരുന്നതിന് ശേഷം ശ്വസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വളരെ ഡീപ്പായിട്ട് ശ്വാസം എടുക്കുകയും ഹോൾഡ് ചെയ്ത് പിടിക്കുകയും പിന്നെ വളരെ സാവധാനം റിലാക്സ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തവും. അതുപോലെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം ഉണ്ടാവണം, മീ ടൈം. ഈ മീ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മനസ്സിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യം അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ചെയ്യാം. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണ്. കാരണം സ്ത്രീകളൊന്നും സാധാരണ അത് ശ്രദ്ധിക്കാറില്ല. അവർ എപ്പോഴും കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് അവർക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിരിക്കണം. ഏറ്റവും അവസാനത്തെ കാര്യം, നമ്മൾ വ്യായാമം ചെയ്യണം എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം. വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം തന്നെ ചെയ്യണം. എങ്കിലേ നമുക്ക് പ്രായം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ മസിൽസ് എല്ലാം ഓരോ വർഷവും അതിൻ്റെ മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 1% വെച്ച്. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ വളരെ വേഗത്തിലാണ് നമ്മുടെ മസിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മസിലിനെ നമ്മൾ നിലനിർത്തണം, ആ ടോൺ നിലനിർത്തണം. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം തന്നെ ചെയ്യണം. നമുക്ക് ഹൃതിക് റോഷനെ പോലെ ബോഡി ഉണ്ടാക്കാനല്ല. ആ മസിൽ പിടിക്കുമ്പോൾ ഒരു ടൈറ്റ്നെസ് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് എഴുന്നേക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പുകൾ വളരെ ഈസി ആയിട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ജോയിന്റ് പെയിൻസും സന്ധിവേദനകളും കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങൾ തന്നെ ചെയ്യണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 5M മെത്തേഡ് നമ്മുടെ പ്രോഗ്രാമിന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ 5M മെത്തേഡിൽ ഈ ഒരു റിവേഴ്സ് ഏജിങ് അതുപോലെ തന്നെ ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 25ഓളം സ്റ്റെപ്പുകളാണ് ഓരോ വ്യക്തിയും കൊണ്ട് ഓരോ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അത് വളരെ എഫക്റ്റീവാണ്. കാരണം അത്രമാത്രം റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് 5M മെത്തേഡ് നമ്മളിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. ഇപ്പോഴും നമുക്കൊരു 30 പേരുടെ ബാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ എഫക്റ്റീവാണ്. അപ്പം അതിൽ പറയുന്നതും ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ്, വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം നിർബന്ധമായിട്ടും ചെയ്യണം. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും അവരുടെ പ്രായത്തിനും അതുപോലെ അവരുടെ ഒരു ശരീരഘടനയും അവർക്കുണ്ടാകുന്ന അസുഖത്തിനനുസരിച്ച് പ്രോപ്പറായിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്തിരിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയും ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. പച്ചക്കറികൾ ധാരാളം കഴിക്കാനായിട്ട് നോക്കുക, ഇലക്കറികൾ. കാരണം അത് നമ്മുടെ സെല്ലിനെ റിപ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ ആഹാരത്തിനോടൊപ്പം ഇത്രയും വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. അത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ സെൽസിനും വളരെയധികം നല്ലതാണ്. നല്ലോണം വെള്ളവും കുടിച്ചിരിക്കണം. ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് ഞാൻ അപ്രോക്സിമേറ്റ്ലി പറയുന്നത്. പക്ഷേ മൂത്രം എപ്പോഴും ഇളം മഞ്ഞ നിറത്തിൽ പോകുന്ന രീതിയിൽ കുടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട കാര്യം. അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പ്രായം കുറഞ്ഞതുപോലെ തോന്നും. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ വളരെ മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്.
അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.